അപ്പോൾ താഴെ കമലയും ശിവേട്ടനും രാജീവും കൂടി ഇവരുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബബിതയും രോഹിത്തിനെയും എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണമെന്നൊക്കെ അവർ പറയുകയാണ്. ഇവിടെ നിന്നാൽ അവർ വഷളായി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബബിത ഓടി അങ്ങോട്ട് എത്തുകയാണ്. എന്താ ബബിത എന്ന് ചോദിച്ചിട്ട് അവളൊന്നും മിണ്ടാതെ നേരെ അടുക്കളയിലോട്ട് പോയി. പുറകെ ഹരിയും ഓടി വരികയാണ്. ഹരിയും ഒന്നും മിണ്ടാതെ അവളുടെ പുറകെ പോയി. അവൾ എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് ബബിതയുടെ പുറകെ പോയി. ബബിത അവിടെ കൊണ്ടുവന്നിട്ട് അടുക്കളയിൽ വന്നിട്ട് അമ്മിക്കല്ലെടുത്ത് ഫോണിനെ ഇടിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഹരി അവിടെ എത്തി. എന്നിട്ട് ഹരിയോട് പറഞ്ഞു, ഇന്നാണ് നിൻ്റെ ഫോൺ എന്താണെന്ന് പറഞ്ഞിട്ട് എന്നെ പൊട്ടിച്ച ഫോണിനെടുത്ത് വെള്ളത്തിലിട്ട് കളഞ്ഞു. അപ്പോൾ ഹരി ഒന്നും മിണ്ടാതെ തിരിച്ച് വന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ എന്താ ഹരി എന്താണെന്ന് ചോദിച്ചിട്ട് ഹരി ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കയറിപ്പോയി. ബബിതയും ഒന്നും മിണ്ടാതെ തിരിച്ച് പോയി. അപ്പോൾ അവർ പറയുന്നത്, കമല പറയുന്നു, അവളുടെ അഹങ്കാരം കണ്ട, ചോദിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോയത് കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജീവ് പറയുന്നു, ഇവരെ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ബബിത പോകുന്നതും വരുന്നതും ഒന്നും ആരും അന്വേഷിക്കുന്നില്ല, അവൾ എവിടെയൊക്കെയോ പോയിട്ട് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വരുന്നത്, ഇവിടെ നിന്ന് അവർ വഷളായി പോകും, അതുകൊണ്ട് അവിടെ കൊണ്ടാക്കാം, പാലീനെ അവർ നോക്കിക്കൊള്ളുമെന്ന് പറയുകയാണ്.